എന്താ പറ്റേ? എന്തേ? എന്താ പറ്റേ? ഒന്നുമില്ല. വല്ല അമ്പലപ്പറമ്പിലും സ്റ്റേജിലാർന്നായിരിക്കും അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോ വല്ല നല്ല കാര്യങ്ങളും ആലോചിച്ച് കിടന്നുകൂടെ മനുഷ്യ? आज कुछ नहीं है भैया. ഭാനു ആരെവിടെ? അതാ ആക്രി പറക്കാൻ വരുന്ന ഹിന്ദിക്കാരനാ. ഒന്നുമില്ല ഇവിടെ കൊടുക്കാൻ. ഓർമ്മകൾ തന്നെ ഉണ്ടല്ലോ ധാരാളം. ഇനിയിപ്പോ 2 ദിവസം കളിയില്ലല്ലോ. കൃഷ്ണൻ വീട്ടിലേക്ക് ആയിരിക്കുമല്ലേ? വീട് വിട്ടുള്ള ഒരു കളി എനിക്കില്ല. ഈ ഷോ കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ വീട്ടിൽ പോകും. കൃഷ്ണേട്ടാ, എന്താടാ? ഇത് ഡയറക്ടർ അനിരുദ്ധ്. നമസ്കാരം. എനിക്കറിയാം, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ഇത് പ്രൊഡ്യൂസർ ജോൺ മാത്യു. നമസ്കാരം. ചേട്ടൻ്റെ നാടകം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ, ഒന്ന് കാണാൻ. ഞങ്ങളൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ കൂടി കൂട്ടാനൊരു പ്ലാൻ. ഓഹോ, വളരെ സന്തോഷം. സെപ്റ്റംബറിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഞങ്ങൾ അറിയിക്കാം. എന്തായാലും ഞങ്ങൾ പോകണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. നാടകം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. നല്ലത്, സന്തോഷം. ആ ഓക്കെ, ശരി. ഓക്കെടാ, കാണാൻ പോകാം. ഭൂപടങ്ങളിലൊരിഞ്ചനി വന്നു, ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു, ചുണ്ടുകാതകൾ കരങ്ങളിലേക്ക്. അച്ഛൻ്റെ കുഴമ്പ് തീർന്നടാ. നീ വരുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരുമോ? ഓ, നേരെ വിളിക്കുമ്പോൾ തന്നെ തുടങ്ങി. അമ്മയ്ക്ക് വേറൊന്നും പറയാനല്ലേ, ഒരു എണ്ണയും കുഴമ്പും. കുടുംബം നോക്കണമെങ്കിലേ അറിയാവുന്ന പണിക്ക് പോകണോടാ. നിങ്ങൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആയ കാലത്തെ നാടകമൊന്നും പറഞ്ഞ് നടക്കുമ്പോൾ നോക്കണമായിരുന്നു. ഒരു കലാകാരൻ വന്നേക്കണം. എവിടെയായിരുന്നു? അതൊക്കെ ഉണ്ടടാ, സാധനം സെറ്റാ. സാധനമൊക്കെ സെറ്റാണ്. കയറി വിട്ടോ. പക്ഷെ അത് നടന്നാലല്ലേ? ഇന്നലെ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മന്ത്രിമാരുടെ ചികിത്സാ ചെലവ് ലക്ഷങ്ങളാ. അവർക്കൊരു അസുഖം വന്നാൽ അവർക്ക് എവിടെ വേണേലും പോയി ചികിത്സിക്കാം. ഒരു സാധാരണക്കാരന്റെ സ്ഥിതി അതാണോ? ഒരു അസുഖം വന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആശ്രയമുള്ളൂ. അവിടെ പോയി ചികിത്സിച്ചാലോ തിരിച്ചു വരുമ്പോൾ ഒരു 4 അസുഖവും കൂടെ പോരുകയും ചെയ്യും. കൊച്ചുണ്ണിക്ക പറഞ്ഞത് വളരെ ശരിയാ. അങ്ങനെ ചികിത്സിക്കുന്നതിന്റെ ചെലവ് അവരവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കണം. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയേ പറ്റൂ. ഇങ്ങനൊരു നിയമം പാസ്സായാലല്ലേ? അങ്ങനൊരു നിയമം വന്നാൽ ഇവിടുത്തെ ഇടതും വലതും എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ചെതിർക്കും.
ഈ നാട് ഇങ്ങനെ പോകുള്ളൂ. പൊതുജനം എന്നും പൊട്ടന്മാര് തന്നെയാ. വാസുവേട്ടാ, ഒരു ചായ. കൃഷ്ണ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. സീസണല്ലേ, ഒരുപാട് കളികളുണ്ട്. ഇപ്പോഴല്ലേ 10 രൂപ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? പിന്നല്ലാതെ. ആ ആ കൃഷ്ണ. ആ സുലൈമാൻ കാ, എവിടെയാ കൃഷ്ണ? നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോണു സുലൈമാൻ കാ. വാ വാ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ സീസൺ? നന്നായിട്ട് പോണുക്കാ. ആ, മാറാത്ത വീടും പുരയിടും ഒക്കെ വാങ്ങിയെന്ന് കേട്ടു. കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് എല്ലാം ഒത്തു വന്നപ്പോൾ അതങ്ങ് വാങ്ങിച്ചു. അനസിപ്പം എങ്ങനെയാ? അവൻ്റെ കാര്യത്തിലാണ് എനിക്ക് സങ്കടം. അവൻ ഈ ജന്മത്തിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്ക, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കാര്യം നമ്മളങ്ങ് വിശ്വസിക്കാതെ നടക്കുമെന്ന്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളങ്ങ് ജീവിച്ചു പോകും. ഇല്ലല്ലോ, ഒരു കാര്യമായിട്ട് നടക്കുകയില്ല, നമ്മളോട്ട് ജീവിക്കുകയില്ല. ഞാനും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാ ശരിക്കാ. എന്താ ഭാനു അവിടെ? ഒന്നുമില്ല. ഇതിൽ നിറച്ച് ചെലന്തിയും പാറ്റൊക്കെയാ. എന്താ അവിടെ താഴെ വീണ്? നിങ്ങളുടെ അവാർഡ് ഒരെണ്ണം താഴെ വീണ് പൊട്ടി. ശ്രദ്ധിച്ചില്ലേ? എല്ലാം വീണ് പൊട്ടും. എല്ലാം പഴയതല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട, ഇപ്പൊ എന്ത് സാധനം ഒട്ടിക്കണ പശയുണ്ട്. ശരിയാ, ഇപ്പൊ എന്തും ഒട്ടിക്കാം. മോളെ, അച്ഛനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ കേറുന്നില്ലേ? ഇല്ല, ഇടയ്ക്ക് ഞാൻ വരാട്ടാ. നിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഞാൻ ആ വടക്കേലെ മോനേട്ടൻ്റെ വീട്ടിലായിരുന്നു ചേച്ചി 2 ദിവസം. മോനേട്ടൻ മരിച്ചതിന് ശേഷം മാലിന്യടുത്തിയെ ആ 2 ആൺകുട്ടികളൊന്ന് കൊണ്ടുപോയില്ലേ? അവരുടെ ഭാര്യമാർക്കാണെങ്കിൽ മാലിന്യടുത്തിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. സാധനം ബോംബെ നിന്ന് ഉഷമോള് വന്ന് കൊണ്ടുപോകേണ്ടി വന്നു മാലിന്യടുത്തിയെ. ഓ, മാലിന്യടുത്തൊക്കെ എങ്ങനെ കഴിഞ്ഞതാ? എന്തു പറഞ്ഞിട്ട് എന്താ ചേച്ചി? എത്ര ആൺകുട്ടികളുണ്ടായിട്ടും കാര്യമില്ല. അവസാനം നോക്കാൻ ആ പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. ആ, നീയോ? അമ്മമ്മയുടെ പൊന്നുമുത്തങ്ങ് വന്നേ. അമ്മമ്മയ്ക്ക് സുഖാണോ? സുഖാണ്. നീ അവൻ വന്നില്ലേ? ഏയ്, ചേട്ടൻ ഇന്ന് ലീവില്ല. ഞങ്ങൾ ഇന്ന് തന്നെ പോകും. ആ, വാ വാ, അപ്പൂപ്പന്റെ കുറുമ്പി പെണ്ണ് വാ. ആ, നീ എന്തിപ്പോ? തിങ്കളാഴ്ച കുട്ടിയുടെ അരങ്ങേറ്റാച്ചാ. അപ്പൂപ്പന്റെ മോള് പഠിച്ചു മേടിക്കാവണം കേട്ടോ. നല്ല പേരും പ്രശസ്തി എടുക്കണം. അല്ലേ ജി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളുടെ ഒരു ഡാൻസും അരങ്ങേറ്റവും. നല്ല രീതിയിൽ പഠിക്കണ കുട്ടിയാ. ഇനി അതിനൊന്നും അല്ലാണ്ടാക്കണം. അതിനല്ലേ? നീ വലിയ വർത്താനമൊന്നും പറയണ്ട. അവളൊരു പെൺകുട്ടിയാ. ഡാൻസ് അവൾക്കൊരു അലങ്കാരവും സൗഭാഗ്യവും തന്നെയാ. ആ, അതുപോലെ സൗഭാഗ്യമാണ് ഇതാ അകത്ത് കിടക്കണത്. ജീവിതം മുഴുവൻ അരങ്ങേറ്റായിരുന്നല്ലോ. ഇപ്പൊ വീണ നിലമില്ല, അറ്റ കണ്ണിയില്ലാണ്ട് കിടക്കുക. ചിലക്കാതെ നിനക്കുല പണിക്കും പൊക്കൂടെ? ബൈ ബൈ ബൈ. ഇതും കൂടി കൊണ്ടുപോയിക്കോ. എടാ, നീ എന്തീ കാണിക്കണേ? ഒന്ന് പോവാമേ.
മോനെ ഇതൊക്കെ അച്ഛന്റെ ജീവനാണ്. അച്ഛനറിഞ്ഞ ഇതൊന്നും സഹിക്കില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഇവിടെ ഇരുന്ന് മാറാല് പിടിച്ച് വെറുതെ നശിപ്പിക്കണ എന്തിനാ? ഒന്നുമില്ലെങ്കിൽ കുഴമ്പ് മേടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമല്ലോ. ബായ്, പോയിക്കോ. പൈസ അവിടെ വന്നിട്ട് ഞാൻ വാങ്ങിക്കാഹേ. ഓക്കെ.